ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടത്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വെച്ചിട്ടൊക്കെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരുപാട് പണികളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള ഇതുപോലെ റഫായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി അല്ലി എന്നിവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു പിടി മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മുഴുവനായിട്ടും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലൊരു കേക്ക് ടിന്നൊക്കെ എടുക്കുക കേട്ടോ. ബൗളായാലും കുഴപ്പമൊന്നുമില്ല, കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല. അതിലൊരല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പാച്ചുല സ്പൂണൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റീമർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ വശത്തൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വെച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ബൗളാണെങ്കിലും കേക്കിനാണെങ്കിലും അതൊന്ന് ചെറിയൊരു പാത്രം വെച്ചിട്ടൊന്ന് ആദ്യം അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇഡ്ഡലി തട്ട് മൂടി വെക്കാൻ, അല്ലെങ്കിൽ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി മൈദപ്പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ഈ മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം മൈദയിലൊന്ന് ഇതുപോലെ കോട്ട് ചെയ്യുക, പിന്നെ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഈ ഒരു ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഇവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല കിഡു ടേസ്റ്റാണ്. ചിക്കനൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്